അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. അതിന് സാമ്പാറിന് ആവശ്യമുള്ള സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ ഒരു ചെറിയ പീസ് പടവലം എടുത്തിട്ടുണ്ട്, ഒരു 3 വെണ്ട എടുത്ത്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു കുഞ്ഞ് ഒരു സവാളേൻ്റെ ഒരു ചെറിയ ഇത്, ഒരു തക്കാളി. പച്ചക്കറിയൊക്കെ ഞാൻ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. പച്ചക്കറി അധികം ആരും ഇവിടെ തിന്നലില്ല. അതുകൊണ്ട് പിന്നെ സാമ്പാറിൽ ആരും ഈ ഓർക്കാപ്പുളി ഉപയോഗിക്കാറില്ല. ഞാൻ ഓർക്കാപ്പുളി ഇടാറുണ്ട്. ഓർക്കാപ്പുളി ഇട്ടാൽ നമുക്ക് പുളി കുറക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓർക്കാപ്പുളീൻ്റെ ടേസ്റ്റും അല്ല, നമ്മൾ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ പച്ചക്കറികൾ ഇത്, പിന്നെ പരിപ്പ്, ഒരു വലിയ 3 ടേബിൾ സ്പൂണ് പരിപ്പ്. കുറച്ച് ഞാൻ സാമ്പാറാക്കണുള്ളൂ, ഞങ്ങൾ കുറച്ച് ആളുള്ളതുകൊണ്ട്. അപ്പോൾ സാമ്പാർ പരിപ്പാണ് ഇതുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് പുളി, പിന്നെ സാമ്പാർ പൊടി ഇത് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഞാൻ പുറത്തുനിന്ന് സാമ്പാർ പൊടി മേടിക്കാറില്ല. സാമ്പാറിനുള്ള പൊടി ഉണ്ടാക്കി വെക്കാനാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ കടുക് ഇടാൻ കടുക്, കായം, ഉലുവ, വെളുത്തുള്ളി, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് സാമ്പാറിന് ആവശ്യമുള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ സാമ്പാറിന് വേണ്ട പരിപ്പ് കുക്കറിലിട്ടിട്ടുണ്ട്, പരിപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു ലേസം ഉലുവ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇട്ടിട്ടുള്ളൂ, കാരണം ഞാൻ ഈ സാമ്പാർ പൊടിയിൽ ഉലുവ എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ലേസം പിന്നെ പരിപ്പിൻ്റെ കൂടെ ഇടും. അതേപോലെ വെളുത്തുള്ളി പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. രണ്ട് വിസിൽ വന്നിക്കണം. സാമ്പാർ പരിപ്പ് വെന്തോന്ന് നോക്കാം. സാമ്പാർ പരിപ്പ് നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഇനി പച്ചക്കറികളൊക്കെ, ഓർക്കാപ്പുളി, സവാള, ക്യാരറ്റ്, വെണ്ട, ഇത് പടവലം, പിന്നെ പച്ചക്കറി എല്ലാം ഇട്ട് കുക്കറിൽ വെള്ളം കുറവാണ്, അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. അര സ്പൂണ്, ഈ സ്പൂണിന് 1 സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഞാൻ എൻ്റെ സാമ്പാർ കായത്തിൽ ഞാൻ മഞ്ഞൾ കൂട്ടിയിട്ടില്ല, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി വേറെയാണ് ഉപയോഗിക്കുന്നത്. ഒരു പച്ചമുളകും കൂടി കലക്കിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് വേഗത്തിൽ ഒരു വിസിൽ വരുത്തുക. പച്ചക്കറി അധികം ഉടഞ്ഞു പോകരുത്. നല്ല സ്പീഡ് കൂട്ടിയിട്ട് ഒരു വിസിൽ വരുന്നവരെ പച്ചക്കറികളൊക്കെ വെന്ത് പരിപ്പൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി സാമ്പാർ പൊടി ഒരു 3 സ്പൂണ്. ഇതിൽ മല്ലി, മുളക് എല്ലാതും ഉണ്ട്. കായം കുറച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട്. കുരുമുളകുണ്ട്, സാമ്പാർ പരിപ്പ്, കടല പരിപ്പ്, ഇങ്ങനെ എല്ലാതും കൂട്ടിയിട്ട് ഞാൻ ഈ പൊടി ഉണ്ടാക്കി വെച്ചാൽ ഈ പൊടി ഞാൻ
കാണിച്ചു തരുന്നുണ്ട് ഒരു പ്രാവശ്യം. നല്ല സൂപ്പറാണ്. പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് തന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ പുളി നമ്മൾ ഇതിൽ ഓർക്കാപ്പുളി ഇതിലിട്ടതുകൊണ്ട് കുറച്ച് പുളി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചാൽ മതി. പുളി കുറച്ചുണ്ട്. കുറച്ച് പുളി ഒഴിച്ചു. കുറച്ചും കൂടി സാമ്പാർ പൊടി പിന്നെ ഉണ്ടാക്കി വെച്ചതിൽ കുറച്ചുണ്ട്. ചെറുതായിട്ടൊന്ന് കത്തിക്കുക. കുറച്ച് ഉപ്പ് വേണം. ഒരു 1/4 ടീസ്പൂൺ കൂടി കുരുമുളക് ഇടുന്നുണ്ട്. സാമ്പാർ പൊടി നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ്. പുറത്തുനിന്ന് മേടിക്കുന്നതൊന്നും ഇപ്പോൾ ടേസ്റ്റൊന്നും കിട്ടുന്നില്ല. വറുത്തിടാനായിട്ട് കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽ മുളക്. ഞാൻ ഈ ഇൻഡക്ഷൻ കുക്കർമേൽ പിന്നെ ഈ പാത്രം വെക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചതാണ്. കടുക് പൊട്ടിച്ചതാണ് ഇതിൽ. ഇത് നല്ല തിളച്ചതിന് ശേഷം ഇതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച നല്ല ടേസ്റ്റ് കിട്ടും. തിളക്കുന്നതന്നല്ലേ, ഒഴിച്ചതിൻ്റെ ശേഷം ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. ഒരു 1/2 ടീസ്പൂണും കൂടി നമ്മൾ സാമ്പാർ പൊടി ആഡ് ചെയ്തു. ഈ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ അടുത്ത ഇതിൽ കാണിച്ചു തരാം. നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതല്ല, എല്ലാ സാധനവും നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ പരിപ്പുകളൊക്കെയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മേടിച്ചാൽ മതി. എന്നാലും നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. പിന്നെ സാമ്പാർ കുക്കറിൽ സാമ്പാർ നിങ്ങൾ ഉണ്ടാക്കി നോക്കി പെട്ടെന്ന് പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ച പൊടിയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് കിട്ടുക. പുറത്തുനിന്ന് മേടിക്കുന്ന പൊടികളൊന്നും ഇപ്പോൾ ടേസ്റ്റ് കിട്ടണില്ല. പിന്നെ ഇതിൻ്റെ മീതെ കുറച്ച് ചപ്പ് സാമ്പാറിൻ്റെ മുകളിൽ നല്ല ടേസ്റ്റാണ്. ചപ്പ് എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ചപ്പും കൂടി ചെയ്തത് നല്ല സൂപ്പർ. ഇത്
ചോറിന് മാത്രമല്ല, പൊറോട്ടയ്ക്ക് ഇഡ്ഡലിക്ക് എല്ലാത്തിനും ഈ സാമ്പാർ നല്ല ടേസ്റ്റായിരിക്കും. ഇതിൻ്റെ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത ഇതിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, പൊടി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പൊടി വീട്ടിലുണ്ടാക്കി വെച്ചാൽ ഉള്ള പച്ചക്കറി വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാം. അത് സാമ്പാറിന് വിചാരിച്ചും കൊണ്ട് ഒരുപാട് പച്ചക്കറികൾ പുറത്തുനിന്ന് മേടിക്കണം എന്നൊന്നുമില്ല. നമ്മളെ കയ്യിലുള്ളത് വെച്ച് മതി. ചില വീട്ടുകളിലൊന്നും പച്ചക്കറി കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്നില്ലല്ലോ, അപ്പോൾ കുറേ കറിയിൽ പച്ചക്കറി ഇടണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാം. ഞാൻ വെറും വെണ്ടയ്ക്കും തക്കാളിയും മാത്രം വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. പരിപ്പുണ്ടായാൽ മതി, പരിപ്പ് അത്യാവശ്യം കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ കൂടുതൽ കറി വേണമെങ്കിൽ പരിപ്പ് കുറച്ച് കൂട്ടി വെക്കുക. ഓക്കെ, ഇത് നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.